എന്താ റഫീഖ ഇന്ന് തുണിമലക്കാണല്ലോ വന്നിട്ടുള്ളത്? എന്താണിത്? ഇന്ന് എന്നോട് പറയാന് ഇന്ന് തുണിമ ഇറങ്ങി പറഞ്ഞാല് ഇന്ന് നമ്മള് കമ്പനിക്ക് പോണ റോഡതാ. ആ റോഡിന്റെ അവിടുന്ന് കുറച്ച് ഭാഗം വെള്ളം കയറിയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് എന്ത് ചെയ്ത് തുണിമ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇനി ഞാൻ ആ തുണിമ ഉള്ള കാര്യമില്ല, വേറെ സംഭവമുണ്ട്. ഈ സോഫനെ കുറിച്ച് പറയാൻ. ഇതെന്താ ഇപ്പൊ ഈ സോഫനെ പറ്റി ഇത്ര തോനെ പറയാൻ എനിക്ക്? ഈ സോഫനെ പറയാന്നുണ്ടെങ്കിൽ ഇതില് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ തന്നെ ഇരുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ കംഫർട്ട് മനസ്സിലാവും. അതെന്താ അറിയോ, ഒന്നാമത് ഇതിന്റെ ബാക്ക് റെസ്റ്റ് വരുന്നത് റെക്രോൺ പില്ലോസ് ആണ്. ഫുള്ള് റെക്രോൺ, റിലയൻസിന്റെ റെക്രോൺ ആട്ടോ. നമ്പർ 1 റിലയൻസിന്റെ റെക്രോൺ ആണ്. അതല്ലാത്ത ഒരു സാധനവും നമുക്ക് കമ്പനി ഉപയോഗിക്കില്ല. എന്താ വെച്ചാല് ആ സാധനം സ്റ്റോക്ക് ഇല്ല പറഞ്ഞാല് അന്നത്തെ പണി നിർത്തിയേക്കും. അതിന് നമ്മൾ മെറ്റീരിയൽ എടുക്കണ അവരോട് ചോദിച്ചാൽ അന്നത്തെ പണിക്കാരോട് ചോദിച്ചാലൊക്കെ അറിയാം. എനിക്ക് അറിയണ ആളോ അന്നത്തെ പണി സ്റ്റോക്ക് ചെയ്യും. ആ റെക്രോൺ വന്നാൽ മാത്രമേ എടുക്കുള്ളൂ. ആ റെക്രോൺ അല്ലാത്തത് ഒന്നും എടുക്കില്ല. റിലയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇതിന് സീറ്റ് വരുന്നത് പോക്കറ്റഡ് സ്പ്രിങ് സൂപ്പർ സോഫ്റ്റും കൂട്ടിയിട്ടാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ തുണി എന്ന് പറഞ്ഞാല് നല്ല എന്താ പറയാ, ഹമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുണി. അതിന്റെ കാറ്റലോഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള തുണിയാണ്. ഇതിൽ നമുക്ക് ഈ വക എല്ലാ കളറിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ വക കളറും ഉണ്ട്. നോക്കി എല്ലാ കളറിലും നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ ഏത് കളറാണോ പറഞ്ഞ് ആ കളറിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ പോളിഷിന്റെ സംഭവം നോക്കി. ഈ വുഡൻ പാനൽ ഇത് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്താ നല്ലൊരു തിളക്ക കാണുന്നുണ്ടല്ലോ. തിളക്കം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പോളിഷ് അല്ല, ഇത് PU ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ സൈഡ് നോക്കി ഈ പോളിഷും അതേപോലെ തന്നെ ഹമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോ ഈ സോഫന്റെ പേര് അങ്ങനെ. അതല്ല, ഈ സൈഡിൽ എന്താ സ്റ്റിച്ചിങ് ആണത്? ഇത് സ്റ്റിച്ചിങ്, ഇത് അതായത് ഇത് നമ്മൾ ഫോമിൽ സ്റ്റിച്ച് ചെയ്യണതാണ്. ഫോമിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഈ ഒരു പാനലിംഗ് ഇതാ ഇതിനുള്ള ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു രസമുണ്ട് അങ്ങനെ കാണാൻ അവിടെ. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ലെഗ് വരുന്ന വുഡ് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് എത്ര അളവാണ്, എങ്ങനെ അളവാണോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതേപോലെ പിന്നെ ഒന്ന് പറയാനുള്ളത്, ഓൾ കേരള നമുക്ക് ഫ്രീ ഡെലിവറിയാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി കൊടുക്കും. എവിടെ? കേരളത്തിൽ എവിടെയായാലും ഓൾ കേരള. അത് നല്ലൊരു കാര്യം. പിന്നെ പ്രൈസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്പർ ഓക്കെ. ഇതിന്റെ സംശയം എനിക്ക് ഇതില് നമ്പർ കൊടുത്താൽ മതി. മനസ്സിലാവും. ഇതിൽ ഇരുന്നാ പിന്നെന്താ നീക്കൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ രാവിലെ ഇരുന്നാല് പണിക്കൊന്നും പോകാൻ പറ്റില്ലേ? പണിക്ക് പോണം. പണി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റെസ്റ്റ് എടുക്കുന്ന ടൈമുണ്ട്. അതിന്റെ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പണി എടുത്ത ക്ഷീണങ്ങൾ മൊത്തം മാറും.